മെയ് 29-30 തീയതികളിൽ മഴയും കാറ്റും വർദ്ധിക്കുമെന്ന് മന്ത്രി കെ രാജൻ ഈ ദിവസങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെടുന്നതോടെ 4-5 ദിവസം മഴയും കാറ്റും തുടരും. സംസ്ഥാനത്ത് പരക്കെ മഴ കിട്ടിയിട്ടുണ്ട്. 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നുവെന്നാണ് പ്രാഥമിക കണക്കെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപവൽക്കരിക്കുന്നതോടെ മഴയുടെ അളവും മൺസൂൺ കാറ്റിൻ്റെ ശക്തിയും വർദ്ധിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പരക്കെ മഴ പെയ്ച്ചിട്ടുണ്ട്. പരക്കെ പെയ്ത മഴയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ കടപുഴകി വീഴുകയും വിവിധങ്ങളായിട്ടുള്ള വീടുകളുടെ മീതെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള സ്ഥിതി കാണാനുണ്ട്. 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന കണക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി റവന്യൂവിന് ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ച് ബോധ്യപ്പെടുന്നത്. ആശങ്ക വേണ്ട. 4000-ഓളം ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. 6 ലക്ഷത്തോളം വരുന്ന ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.